നമസ്കാരം. ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സംഗീത ലോകത്തെ പുതിയ മുതൽക്കൂട്ടായ തിരുവനന്തപുരത്തുകാരൻ രോഹിത് കൃഷ്ണ എന്ന യുവ സംഗീതജ്ഞനെയാണ് ലോഗിനിലൂടെ ഇന്നാദ്യം പരിചയപ്പെടുത്തുന്നത്. ഹായ് ഓൾ, ഞാൻ രോഹിത്, കീബോർഡിസ്റ്റാണ്, കമ്പോസറാണ്. അപ്പം ലൈവ് പെർഫോമൻസസ് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പം കഴിഞ്ഞ മാസം എൻ്റെ ഫ്രണ്ട് മ്യൂസിക് ഡയറക്ടർ ചെയ്ത വെരളി എന്ന് പറഞ്ഞ തമിഴ് മൂവിയിൽ കീബോർഡ്സ് എല്ലാം പ്ലേ ചെയ്തത് ഞാനാണ്. പ്രോഗ്രാമിങ് ചെയ്തു. അപ്പോൾ അതിനകത്ത് 4 പാട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 പാട്ടിലും കീബോർഡും സാധനങ്ങളൊക്കെ പ്ലേ ചെയ്തു. അപ്പം അതിൽ കൂടുതലും കുറേ മെലഡി ഓറിയൻറ്റഡ് പാട്ടുകളുണ്ടായിരുന്നു. അപ്പം കുറേ അങ്ങനത്തെ പ്ലേയിങ് ഒക്കെ കൊടുക്കാൻ പറ്റി. പിന്നെ സുരേഷ് പീറ്റേഴ്സ് സാറിൻ്റെ കൂടെ 2-3 ഷോസ് ചെയ്യാൻ പറ്റി. പിന്നെ അങ്ങനെ കുറേ ലൈവ് പെർഫോമൻസസ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. ഹരിശങ്കറിൻ്റെ പ്രഗതി എന്ന് പറഞ്ഞിട്ടുള്ള ബാൻഡിൽ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് നല്ല മ്യൂസീഷ്യൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞ സ്റ്റുഡൻ്റാണ്. അപ്പം എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ ഇപ്പോൾ 1 ഇയറോളമായി ഫ്രീലാൻസ് ഫുൾ ടൈം മ്യൂസീഷ്യനായിട്ട്. അപ്പം അങ്ങനെ ഒരു ഫുൾ ടൈം മ്യൂസീഷ്യനായിട്ട് നിൽക്കുന്നതിൻ്റെ അത് കുറേ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വന്നത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എൻജിനീയറിംഗ് ഒക്കെ ചെയ്തത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം എന്ന CET. അപ്പം അവിടെ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ശരിക്കും മ്യൂസിക് ചെയ്യണം, മ്യൂസീഷ്യൻ ആവണം, കീബോർഡിസ്റ്റ് ആവണം എന്നൊക്കെ ഭയങ്കര പെർഫോമൻസസിനോടൊക്കെ ഭയങ്കര താല്പര്യം വന്നത് അപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എപ്പോഴും ഭയങ്കര ഡൗട്ടുണ്ടായിരുന്നു ഫുൾ ടൈം മ്യൂസീഷ്യൻ ആവുന്നതിനെക്കുറിച്ച്. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. വീട്ടിലൊക്കെ എല്ലാവർക്കും ഭയങ്കര എതിർപ്പായിരുന്നു. പിന്നെ ഫസ്റ്റ് ഇയറിൽ ശരിക്കും ഈ പറഞ്ഞ പോലെ ആ ഒരു ഐഡിയ വന്നു. കുറേ പ്രാക്ടീസൊക്കെ ചെയ്യാൻ തുടങ്ങി. സെക്കൻഡ് ഇയർ ഫുള്ള് പ്രാക്ടീസായിരുന്നു. പരീക്ഷയൊക്കെ വഴിക്ക് പോയി. അങ്ങനെ സെക്കൻഡ് ഇയർ അവസാനമായപ്പോഴാണ് ആദ്യമായിട്ടൊരു പരിപാടി ചെയ്യാമെന്നൊക്കെയുള്ളൊരു ധൈര്യം വന്നത്. ആക്ച്വലി അതിനു മുമ്പ് ഞാൻ സ്കൂൾ ചെയ്തത് ലയോള സ്കൂൾ എന്ന് പറയും, ഇവിടെ ശ്രീകാര്യം ട്രിവാൻഡ്രത്ത്. അപ്പം ലയോള സ്കൂളിൽ ലാഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് കരിയറിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടൊരു പരിപാടിയാണ് അതിൽ പോയതുകൊണ്ടാണ് ശരിക്കും ടോട്ട് ടു തിങ്ക് ബിഗ് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് വലിയ മ്യൂസീഷ്യൻസ് വന്നു. എങ്ങനെ ആ പരിപാടി നടത്താം, അതിൽ ഹാർമണി എന്ന് പറഞ്ഞ ഇവൻറ്റിൽ ഞങ്ങൾ പെർഫോം ചെയ്തത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ലാഫെസ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അവിടെ നിന്നൊക്കെയാണ് ആ ഒരു സെക്കൻഡ് ഇയറിൽ ആദ്യമായിട്ടൊരു പരിപാടി ചെയ്തത്, ഒരു ഷോ ചെയ്യാൻ പറ്റിയത്. ഞാനും നിഖിൽ ദിവാകർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ്, വയലിനിസ്റ്റ്. അപ്പം ഞങ്ങൾ എൻ്റെ കൂടെയാണ് ആദ്യമായിട്ടൊരു പരിപാടി ചെയ്യുന്നത്. ഞാൻ CET നിന്ന് പാസ് ഔട്ട് ആയപ്പോൾ എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയായിരുന്നു. UST ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ എനിക്ക് ഫോർത്ത് ഇയർ തുടങ്ങിയപ്പോൾ തന്നെ പ്ലേസ്മെൻറ്റ് ആയി. അപ്പം ശരിക്കും അന്ന് പ്ലേസ്മെൻറ്റിനെ എനിക്ക് ഇരിക്കണമെന്നില്ലായിരുന്നു. എനിക്ക് ഫുള്ള് തലയിൽ മ്യൂസിക്കായിരുന്നു. അപ്പം അച്ഛനൊക്കെ ഭയങ്കര ഉടക്കായി, പ്ലേസ്മെൻറ്റ് ഇരിക്കാതിരിക്കാൻ പറ്റത്തില്ല, പ്ലേസ്മെൻറ്റ് ഇരുന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ ആ സമയത്ത് 2-3 കമ്പനീസ് വന്നതൊന്നും ഞാൻ ഇരുന്നില്ല. അതിനൊക്കെ ഭയങ്കര ദേഷ്യമായിട്ട് പിന്നെ 4ാമത്തെ കമ്പനി എന്താണ് ഞാൻ ഇരുന്ന് പ്ലേസ്മെൻറ്റ് എടുത്തു. പക്ഷേ അതിനൊരു ഗ്യാപ്പ് വന്നു. ഒരു കുറേ നാൾ അവർ വിളിക്കാതെ പിന്നെയാണ് വിളിച്ചത്. അപ്പം
ജോലിക്ക് പോയി, എന്തായാലും പോകണമെന്നുള്ളതായി. കുറേ നാൾ മ്യൂസിക് എന്ന് നടന്നിട്ട് പിന്നെ അങ്ങനെ നടക്കാൻ പറ്റത്തില്ല, ജോലി എന്തായാലും പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ജോലിക്ക് പോയപ്പോഴാണ് ശരിക്കും ഒരു മ്യൂസിക് ചെയ്തേ പറ്റുമെന്നൊരു, മ്യൂസിക്കില്ലാതെ ജീവിക്കേണ്ട, ഇത് ഈ ജോലി വേണ്ടാന്നറിയത്. ഞാൻ എന്തായാലും അച്ഛനടുത്ത് പറഞ്ഞു എനിക്ക് ഫുൾ ടൈം മ്യൂസീഷ്യനായി പറ്റുമെന്ന് പറയാൻ ഒരു ധൈര്യം. ഇന്നിപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായ ഒരു പരിപാടിയാണ്. ഇപ്പോൾ തങ്കരാൻ സാറിൻ്റെ കൂടെ ആദ്യമായിട്ട് തങ്കരാൻ സാറിനെ മീറ്റ് ചെയ്തിട്ട് തങ്കരാൻ സാറിനെ ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് ഞങ്ങൾ ആറ്റുകാലിൽ അവിടെ ഒരു പരിപാടി, അതൊരു ചെറിയ കല്യാണ പരിപാടിയായിരുന്നു. പക്ഷേ അത് ഭയങ്കര ഭയങ്കര എന്തുവാ മ്യൂസിക്കലി ഭയങ്കര പരിപാടിയായിരുന്നു. ഒരുപാട് മ്യൂസീഷ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സുരേഷ് പീറ്റേഴ്സ് സാറിൻ്റെ ഷോ പറയാൻ വയ്യ. അത് ITC എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ വെച്ചായിരുന്നു. അത് ചെന്നൈയിലെ ഏറ്റവും വലിയ ഹോട്ടലാണ്. അപ്പം ക്രൗഡ് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഒരുപാട് ഇത്രയും വലിയ പരിപാടിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. മ്യൂസിക് പണ്ട് മുതലേ ഉണ്ടായിരുന്നു കൂടെ. എന്ന് വെച്ചാൽ ചെറുപ്പത്തിലേ കീബോർഡ് പഠിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ 10 ബോർഡ് എക്സാമിൻ്റെ സമയപ്പോൾ ഒന്ന് ഡൗണായി. പിന്നെ +2 ആയപ്പോൾ പിന്നെ ഒന്ന് ഡൗണായി. അല്ലാതെ മ്യൂസിക് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഇയറിൽ ഞങ്ങളുടെ കോളേജിൽ നടന്ന പ്രോ ഷോ, സ്റ്റീഫൻ ദേവസി, ബെന്നി ഡയൽ, അങ്ങനെ ഒരു പ്രോ ഷോ നടന്നപ്പം സ്റ്റീഫൻ ദേവസിയുടെ പെർഫോമൻസ് കണ്ടിട്ടാണ് എനിക്ക് ശരിക്കും അയ്യോ ഞാനും കീബോർഡാണ് വായിക്കുന്നത്, പുള്ളിയും കീബോർഡാണ് വായിക്കുന്നത്, എന്നിട്ട് പുള്ളി എന്താ ഇങ്ങനെ വായിക്കുന്നത്, അങ്ങനെ എനിക്ക് തോന്നിപ്പോയി. ഇതിങ്ങനെയൊക്കെ വായിക്കാവുന്ന, അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇൻസ്പയർഡ് ആയിപ്പോയി. പിന്നെ പുള്ളിയുടെ കുറേ പരിപാടികൾ ഇങ്ങനെ പുറകെ നടന്ന് കാണാൻ എനിക്ക് തോന്നി. പുള്ളിയുടെ പരിപാടി കാണാൻ വേണ്ടി മാത്രം വയനാട് പോയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പുള്ളിയുടെ അടുത്ത് പോയി ഇങ്ങനെ നോക്കിയിട്ടുണ്ട് പുള്ളി എങ്ങനെ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, ചേട്ടാ ഇങ്ങനെ പ്ലേ ചെയ്യുന്ന എന്താ ടെക്നിക്ക്, അപ്പം പ്രാക്ടീസ് എപ്പോഴും ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം ശരിക്കും പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ഭയങ്കര പ്രചോദനമാണ് സ്റ്റീഫൻ ചേട്ടൻ. സ്റ്റീഫൻ ചേട്ടൻ്റെ ഷോസ്, സ്റ്റീഫൻ ചേട്ടനാണ് ശരിക്കും ആദ്യമായിട്ട് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് തന്നത്. പിന്നെയാണ് ശരിക്കുള്ള മ്യൂസിക് അങ്ങനെയൊന്നും ഒരുപാട് കേൾക്കുന്നതൊന്നും അല്ലായിരുന്നു. അപ്പോൾ കോളേജിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്ന മ്യൂസിക്കൊക്കെ കേൾക്കും, അതിന് ചെറുതായിട്ടൊക്കെ വായിക്കും. നമ്മുടെ സ്റ്റൈലിലുള്ള ഇതൊക്കെ കേൾക്കുമായിരുന്നു. പിന്നീടാണ് ശരിക്കും ഒരുപാട് മ്യൂസീഷ്യൻസിനെ പറ്റിയൊക്കെ അങ്ങനെ അറിയാനൊക്കെ തുടങ്ങി. അപ്പം പിന്നെ എ റഹ്മാൻ സാറിൻ്റെ പാട്ട്, എ റഹ്മാൻ സാറിൻ്റെ പാട്ട് വായിക്കാത്തൊരു സ്റ്റേജില്ല. അത്ര ലെജൻഡറിയാണ്, അത്ര ചലഞ്ചിങ് ആണ്, എല്ലാമാണ്. പുള്ളി എപ്പോഴും ഇൻസ്പയറിംഗ് ആണ്. കോളേജ് വെച്ചാണ് ആദ്യമായിട്ട് ശരിക്കും പെർഫോമൻസസ് ശരിക്കും കണ്ടു തുടങ്ങിയത്. ബിക്കോസ് പ്രോ ഷോസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്നു. പിന്നെ NIT പ്രോ ഷോസ് കാണാൻ പോയി. പിന്നെ IIT ഞങ്ങൾ പെർഫോം ചെയ്യാൻ പോയി. ഞാൻ അന്ന് ഡ്രാമയ്ക്കൊക്കെ മ്യൂസിക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അപ്പം ഈ കോളേജിൽ പെർഫോം ചെയ്യുമ്പം ഈ പറഞ്ഞ സ്ലോ മ്യൂസിക് അല്ലെങ്കിൽ ഫീൽ മ്യൂസിക്, സോൾ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞ് ഇറക്കിയ ഭയങ്കര പാടാണ്. അവർ കൂക്കളയും. അപ്പം ശരിക്കും ആൾക്കാരെ എങ്ങനെ മ്യൂസിക് എത്തിക്കും. അപ്പോൾ പലരും പല രീതിയിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം വേറൊരു ഹിന്ദുസ്ഥാനി വായിക്കാൻ പോകുന്നൊരു ക്രൗഡിൻ്റെ അടുത്ത് മുമ്പിൽ പോയിട്ട് നമ്മൾ ഭയങ്കര ബഹളം കാണിച്ചിട്ട് കാര്യമില്ല. അപ്പം ഈ പറഞ്ഞ പോലെ എങ്ങനെ ആരുടെ മുന്നിൽ എങ്ങനെ ഇവിടെ വായിക്കണം എന്നൊക്കെയുള്ളൊരു ഒരു ശരിക്കും ഐഡിയ കോളേജിൽ നിന്നാണ് ശരിക്കും കിട്ടിയത്. അപ്പം കോളേജിലെ പിള്ളേരുടെ നിന്ന് കൈയടി വാങ്ങിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. അപ്പോൾ അന്നത്തെ എക്സ്പീരിയൻസ് അതായിരുന്നു. ഈ സ്ട്രഗിൾസ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഔട്ടായി കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ, അങ്ങനെ ഒരു ഭയങ്കര ഇതായിപ്പോയി. ഭയങ്കര ശൂന്യത. ജോലി അന്ന് വിളിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പണിയില്ല. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുറേ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് സാറിൻ്റെ അടുത്ത് ക്ലാസ്സിന് പോകാൻ തുടങ്ങി, എക്സാംസ് എഴുതാൻ തുടങ്ങി. അങ്ങനെ പിന്നെ കുറേ ആയപ്പം പരിപാടിയില്ല. എങ്കിൽ പിന്നെ പ്രോഗ്രാമിങ് ചെയ്യാൻ അങ്ങനെ ആദ്യം അറിഞ്ഞൂടാ. അപ്പോൾ പലരും അറിയാതെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിട്ടുണ്ട് കുറേ. ഇപ്പോഴും എനിക്കിങ്ങനെ കുറേ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്തിരുന്ന പറഞ്ഞൊരു വരുന്ന വർക്ക് കളയേണ്ടി വരുന്നു. അപ്പോൾ ഷോ ഇല്ല. അപ്പം
പറഞ്ഞ പോലെ അങ്ങനത്തെ കുറേ സ്ട്രഗിൾസ് ഉണ്ട്. ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഡയറക്ഷൻ എനിക്ക് ഒരു ഡ്രീമാണ്. അപ്പം ഇപ്പോൾ എനിക്ക് കുറേ പ്രോഗ്രാമിങ് ചെയ്ത് അല്ലെങ്കിൽ കുറേ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് മ്യൂസിക് ഡയറക്ഷനിലേക്ക് എത്തണമെന്ന് തന്നെ ആഗ്രഹമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രോഗ്രാമിങ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അപ്പം എൻ്റെ വർക്ക്സ് റിലീസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കമ്പോസിങ് എൻ്റെ കുറച്ച് കമ്പോസിഷൻസ് ഇങ്ങനെ ഇരിപ്പുണ്ട് കുറേ. പിന്നെ കുറച്ച് കവേഴ്സ് വർക്ക്സ് ഇങ്ങനെ ഇരിപ്പുണ്ട്, അതൊക്കെ ഇനി ഇറക്കാൻ ആഗ്രഹമുണ്ട്. പിന്നെ ലൈവ് പ്ലേയിങ് എനിക്ക് എപ്പോഴും ഭയങ്കര ആഗ്രഹമാണ്. ലൈവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം ലൈവ് എൻ്റെ കുറച്ച് പ്രോജക്ട്സ് ഉണ്ട്. എൻ്റെ ഒരു ബാൻഡായിട്ട് എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിലിങ്ങനെ എൻ്റെ കുറേ ഐഡിയാസ് ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഡിവിജ്വലായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പരിപാടീസ് വരുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. അങ്ങനെ നല്ല ഓരോ ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ, വെയിറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.